വെൽക്കം ബാക്ക് എവരിവൺ, ദിസ് ഇസ് പ്രണയ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സാംസങ് ഗാലക്സിയുടെ S20 Ultrയും S20 Plusൻ്റെയും കമ്പാരിസൺ റിവ്യൂ ആയിട്ടാണ്. നിങ്ങളെല്ലാവരും എൻ്റെ കഴിഞ്ഞ വീഡിയോ ആയ സാംസങ് ഗാലക്സി നോട്ട് 20 Ultrയുടെ റിവ്യൂ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കാണാത്തവർ ഇവിടെയുള്ള ഐ കാർഡ് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻസ് കൊടുക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിൽ കിടക്കാം. ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ ഈ ഫോൺ എനിക്ക് റിവ്യൂ ചെയ്യാൻ തന്നിരിക്കുന്നത് മർഹബ ഫോൺസ് ആണ്. താങ്ക് യു വൺസ് അഗെയിൻ. സാംസങ് S20 Plus വരുന്നത് 6.7 ഇഞ്ച് ഡൈനാമിക് അമോലെഡ് ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ S20 Ultrയിൽ വരുന്നത് 6.9 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. കൂടാതെ രണ്ട് ഫോണിൻ്റെയും സ്ക്രീൻ റെസൊല്യൂഷൻ വരുന്നത് 1440p ആണ്. പിന്നെ ഡിസൈൻ ഫാക്ടറിലേക്ക് കടക്കുമ്പോൾ S20 Plus കുറച്ച് തിന്നർ ബെസൽസ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ S20 Plus ആണ് എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിളും കൺവീനിയൻറ്റും ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ S20 Ultrയുടെ ഡിസൈൻ വരുന്നത് കുറച്ച് തിക്ക് ആൻഡ് ബൾക്കി മോഡലായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫോണിന് 220 grams വെയിറ്റ് വരുന്നുണ്ട്. പിന്നെ S20 Plusന് വരുന്നത് 186 grams ആണ്. ഈ രണ്ട് ഫോണിൻ്റെയും ഫ്രണ്ട് ആൻഡ് ബാക്ക് വരുന്നത് ഗൊറില്ല ഗ്ലാസ് കൊണ്ടാണ്. പിന്നെ അതിന് അലുമിനിയം ഫ്രെയിമുമാണ് വരുന്നത്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ മെയിൻ സ്പെസിഫിക്കേഷൻസിലേക്ക് കടക്കാം. 128GB തൊട്ട് 512GB വരെയുള്ള സ്റ്റോറേജ് കപ്പാസിറ്റി ഈ ഫോണിനുണ്ട്. മൈക്രോ SD കാർഡ് യൂസ് ചെയ്തുകൊണ്ട് 1TB വരെ എക്സ്പാൻഡബിൾ സ്റ്റോറേജ് ആയി യൂസ് ചെയ്യാം. S20 Plusന് അപ് ടു 12GB റാം വരെയാണ് വരുന്നത്. S20 Ultrയ്ക്ക് വരുന്നത് അപ് ടു 16GB റാം ആണ്. രണ്ട് ഫോണിലും Qualcomm Snapdragon 865 പ്രോസസ്സറാണ് വരുന്നത്. Exynos 990 വേരിയൻ്റ് ആണ് ഔട്ട്സൈഡ് ദ US വരുന്നത്. ഇനി ഈ ഫോണിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ്. S20 Plusൽ വരുന്നത് 4500 mAh ബാറ്ററിയാണ്. കണ്ടിന്യൂസ് യൂസേജിൽ അപ് ടു 7 hours വരെ ബാറ്ററി ലാസ്റ്റ് ചെയ്യും. പിന്നെ S20 Ultrയ്ക്ക് 5000 mAh ബാറ്ററി കപ്പാസിറ്റി ആണുള്ളത്. അത് കണ്ടിന്യൂസ് യൂസേജിൽ അപ് ടു 8.5 hours വരെ നിൽക്കും. രണ്ട് ഫോണിലും വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. S20 Plusൽ 25 watt ഫാസ്റ്റ് ചാർജിങ്ങും S20 Ultrയിൽ 45 watt ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ട് ഫോണിനും USB-C പോർട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന് സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡോൾബി അറ്റ്മോസ് സറൗണ്ട് സിസ്റ്റമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഹിയറിംഗ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല അമേസിംഗ് ആണ്. വാട്ടർ റെസിസ്റ്റൻ്റെ കാര്യം പറഞ്ഞാൽ രണ്ട് ഫോണും IP68 റേറ്റിംഗ് ആണുള്ളത്. സെക്യൂരിറ്റി ഫീച്ചറായ രണ്ട് ഫോണിനും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലൂടൂത്ത് വെർഷൻ 5.0 ആണ്. അതോടൊപ്പം ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് Android 10 ആണ്. ഇനി അടുത്തൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് ഫോണുകൾക്കും 120 Hz റിഫ്രഷ് റേറ്റ് ആണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഡിസ്പ്ലേ മൂവ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടാണ് അറിയാൻ പറ്റുന്നത്. 60 Hz യൂസ് ചെയ്ത് കഴിഞ്ഞ് 120 Hz സ്വിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഡിഫറൻസ് നന്നായിട്ട് അറിയാൻ കഴിയുന്നുണ്ട്. ഗെയിമിംഗ് ചെയ്യുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ 120 Hz ശരിക്കും അവർക്ക് ഇഷ്ടപ്പെടും. എസ്പെഷ്യലി നല്ല ഗ്രാഫിക്സും ഫ്രെയിം റേറ്റും കൂടിയ ഗെയിംസൊക്കെ കളിക്കുമ്പോൾ നല്ല എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഹയസ്റ്റ് ലെവൽ ഓഫ് ഗ്രാഫിക്സും ഫ്രെയിം റേറ്റും നമുക്ക് തന്നെ ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്യാമറ ഡീറ്റെയിൽസിനെ കുറിച്ച് അറിയാം. ഫസ്റ്റ് ലുക്കിൽ തന്നെ നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് ഈ ഫോണുകളുടെ ക്യാമറാസ് ആണ്. റെക്ടാങ്കുലർ ഷേപ്പിലാണ് ഈ രണ്ട് ഫോണുകളുടെയും ക്യാമറ വരുന്നത്. പിന്നെ നമ്മൾ ഈ രണ്ട് ഫോണുകളുടെയും ക്യാമറ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം S20 Ultrയുടെ ക്യാമറ ബമ്പ് കുറച്ചുകൂടി വലുതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ S20 Ultrയ്ക്ക് വരുന്നത് 100x പേസ് സൂം ആണ്. അതുപോലെ തന്നെ S20 Plusന് വരുന്നത് 30x ഹൈബ്രിഡ് ഒപ്റ്റിക്കൽ സൂം ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് S20 Ultrയുടെ ക്യാമറയെ കുറിച്ച് പറയാം. S20 Ultrയിൽ 12MP അൾട്രാ വൈഡ്, 108MP സ്റ്റാൻഡേർഡ് വൈഡ് ആംഗിൾ, 48MP ടെലിഫോട്ടോ, പിന്നെ ഒരു ഡെപ്ത് സെൻസറും വരുന്നുണ്ട്.
പിന്നെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 40 മെഗാ പിക്സലാണ്. S20 പ്ലസിൻ്റെ ക്യാമറയിൽ വരുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. 12MP അൾട്രാ വൈഡ്, 12MP സ്റ്റാൻഡേർഡ് വൈഡ് ആംഗിൾ, 64MP ടെലിഫോട്ടോ, പിന്നെ ഒരു ഡെപ്ത് വിഷൻ സെൻസറാണ് വരുന്നത്. പിന്നെ ഈ ഫോണിന് 10 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ രണ്ട് ഫോണിലും എടുത്ത ഫോട്ടോസും വീഡിയോസിൻ്റെയും കമ്പാരിസൺ വ്യൂ കാണിച്ചു തരാം. ഫോട്ടോസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് ഫോണിലും നല്ല ക്രിസ്പ് ആൻഡ് ക്ലീൻ ഫോട്ടോസാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ എക്സ്ട്രീം ക്രോപ്പിങ്ങിലും നല്ല ക്ലാരിറ്റി പ്രിസർവ് ചെയ്യുന്നുണ്ട്. ഫോട്ടോ പ്രോസസ്സിങ്ങിൽ ചെറുതായിട്ട് സാച്ചുറേറ്റഡ് ആയി ഫീൽ ചെയ്യുന്നുണ്ട്. കൂടാതെ ഷാർപ്പനിങ്ങിൻ്റെ എഫക്റ്റും കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. S20 അൾട്രേനെ കുറിച്ച് പറയുമ്പോൾ അപ് ടു 30x വരെയുള്ള ഫോട്ടോസ് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. 100x സൂം വരുമ്പോൾ ഫോട്ടോസ് യൂസബിളായി തോന്നുന്നില്ല. നൈറ്റ് മോഡിലെടുത്ത ഫോട്ടോസൊക്കെ രണ്ട് ഫോണിലും നല്ല അടിപൊളിയായിട്ടുള്ള ക്ലീൻ പിക്ചേഴ്സാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഇംപ്രൂവ്ഡ് നോയ്സ് റിഡക്ഷൻ ആയതുകൊണ്ട് തന്നെ നല്ല അമേസിങ് പിക്ചേഴ്സ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ലൈവ് ഫോട്ടോ ഫോക്കസ് മോഡിൽ പോകുമ്പോൾ രണ്ട് ഫോണിലും അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ട് ബ്ലറോട് കൂടി നമുക്ക് ഫോട്ടോസ് ലഭിക്കുന്നുണ്ട്. ലൈവ് വീഡിയോ ഫോക്കസ് മോഡിൽ 3D ഡെപ്ത് വിഷൻ ക്യാമറ കൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ഒരു പ്രൊഫഷണൽ ക്യാമറയിൽ എടുക്കുന്ന പോലെയുള്ള ഡെപ്ത് എഫക്റ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ കുറച്ച് നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള എഫക്ട്സും കൊടുത്തിട്ടുണ്ട്. ഇനി വീഡിയോൻ്റെ കാര്യത്തിൽ കിടക്കുമ്പോൾ നമുക്ക് ഈ രണ്ട് ഫോണിലും 8K, 4K, 1080p എന്ന റെസൊല്യൂഷനിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയും. 8K വീഡിയോ റെക്കോർഡിംഗ് രണ്ട് ഫോണിലും കൊടുത്തിട്ടുണ്ട്. മാക്സിമം 24 frames per secondലാണ് ഷൂട്ട് ചെയ്യാൻ കഴിയുക. പറയാതിരിക്കാൻ പറ്റില്ല, നല്ല സ്റ്റണ്ണിങ് വീഡിയോ ക്വാളിറ്റി തന്നെയാണ് നമുക്ക് രണ്ട് ഫോണിലും ഔട്ട്പുട്ടായി ലഭിക്കുന്നത്. പിന്നെ ഈ രണ്ട് ഫോണിലും 8Kയിൽ ഷൂട്ട് ചെയ്യുമ്പോഴുള്ള ഡൗൺ സൈഡ് എന്ന് പറഞ്ഞാൽ രണ്ട് ഫോണിലും സൂം ഇന്നും സൂം ഔട്ടും ചെയ്യാൻ കഴിയില്ല 8K റെക്കോർഡിങ്ങിൽ. അതുപോലെ തന്നെ ഫോക്കസ് ഹണ്ടിങ്ങിൻ്റെ ഒരു ചെറിയ ഇഷ്യൂവും വരുന്നുണ്ട്. .4K റെസൊല്യൂഷൻ നമുക്ക് 30 FPS-ലോ 60 FPS-ലോ ഷൂട്ട് ചെയ്യാവുന്നതാണ്. സ്ലോ മോഷൻ 1080p 240 FPS-ലോ 120 FPS-ലോ ഷൂട്ട് ചെയ്യാവുന്നതാണ്. സൂപ്പർ സ്ലോ മോഷൻ ഫീച്ചർ ഒരു അടിപൊളി ഫീച്ചറാണ്. ഇതിൽ 720p at 960 frame/second നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയും. 1 സെക്കൻഡിൻ്റെ വീഡിയോ ക്യാപ്ചർ ചെയ്താൽ അത് 33 സെക്കൻഡിൻ്റെ വീഡിയോ പ്ലേ ബാക്കിലായിട്ടായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. രണ്ട് ഫോണിലും മാക്സിമം ഫ്രണ്ട് ക്യാമറയിൽ എടുക്കാൻ കഴിയുന്നത് 4K 60 frame/second. നല്ല ഡൈനാമിക് റേഞ്ചും വൈബ്രൻറ്റ് കളേഴ്സ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അടുത്തത് ബെഞ്ച് മാർക്ക് ടെസ്റ്റ് നടത്തിയപ്പോൾ രണ്ട് ഫോണുകളും ഏകദേശം ഒരേ സ്കോഴ്സാണ് കാണുന്നത്. ചെറിയൊരു വാല്യൂവിൻ്റെ ഡിഫറൻസ് മാത്രമേ നമുക്കിവിടെ നോട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഇനി നമുക്ക് ഈ രണ്ട് ഫോണുകളുടെയും വിഷ്വൽ ആൻഡ് ഓഡിയോ ക്വാളിറ്റി നോക്കാം.
everyone, please subscribe. Hello everyone, please subscribe. ഇനി വിഷ്വലിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ വലിയ സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗെയിംസും മൂവീസൊക്കെ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. പിന്നെ ഈ രണ്ട് ഫോണുകളിലും 1440p റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോ വാച്ചിങ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇൻക്രെഡിബിൾ ആണ്. പിന്നെ HDR+ ആയതുകൊണ്ട് തന്നെ നല്ല വൈബ്രൻറ്റ് കളേഴ്സാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ടെക്നിക്കലി പറയുകയാണെങ്കിൽ രണ്ട് ഫോണുകളുടെയും കോർ സ്പെസിഫിക്കേഷൻ സെയിം ആണ്. പിന്നെ നോട്ടബിൾ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ സൈസും ക്യാമറയും പ്രൈസാണ്. അപ്പോൾ പ്രൈസിലേക്ക് കിടക്കുമ്പോൾ S20 Ultrയ്ക്ക് വരുന്നത് $1,399 S20 Plusന് വരുന്നത് $1,199. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. This is Pranay signing off.